രാമകൃഷ്ണൻ, കേരളം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഇന്നുണ്ടാകും എന്നുള്ള വിവരമാണ് വരുന്നത്. വൈകുന്നേരം 4 മണിക്ക് പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ LDF ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ എത്രമാത്രം സജ്ജമാണ്? മൂന്നാം ഊഴത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ, അത്തരത്തിലുള്ള പ്രചാരണ പരിപാടികളൊക്കെ തന്നെ ഊർജിതമായി തന്നെ തുടങ്ങുകയാണോ? എത്രമാത്രം സജ്ജമാണ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ നേരത്തെ തന്നെ സജ്ജമാണ്. കേരളത്തിന്റെ വികസനത്തിന്റെയും ക്ഷേമ പ്രവർത്തനങ്ങളുടെയും അനുഭവങ്ങൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങൾ നല്ല നിലയിൽ ഈ മുന്നണിയെ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ജനങ്ങളിൽ അർപ്പിച്ച വിശ്വാസം അതുതന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയത്തിന്റെ അടിസ്ഥാനം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടും, 3ാം തവണയും അധികാരത്തിലേക്ക് എത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. തെരഞ്ഞെടുപ്പിനെ ഏത് തരത്തിലും നേരിടുന്നതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ഇന്ന് പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ ഇന്ന് തന്നെ സ്ഥാനാർത്ഥികളുടെ പേരുകൾ പ്രഖ്യാപിച്ചു തുടങ്ങും. അപ്പോൾ നേരത്തെ നിങ്ങൾ പറഞ്ഞത് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്, സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കടക്കാൻ എന്നുള്ളതാണ്. അപ്പോൾ താങ്കൾ പറയുന്നത് ഇന്ന് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണോ? ഏതെങ്കിലും സീറ്റിന്റെ കാര്യത്തിൽ എന്തെങ്കിലും നീക്കുപോക്കുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അല്ലാത്ത പൊതുവായിട്ടുള്ള സ്ഥാനാർത്ഥികളെല്ലാം ഇന്ന് പാർട്ടികൾ തന്നെ പ്രഖ്യാപിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ പാർട്ടികൾ അവരവരുടെ പാർട്ടികളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. സീറ്റുകളെല്ലാം നേരത്തെ തന്നെ ധാരണയിലെത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടി വ്യക്തമാകാൻ വേണ്ടി ചോദിക്കുകയാണ്, ചില സംശയമുള്ള സീറ്റുകൾ ഒഴികെ ബാക്കി എല്ലാ സീറ്റുകളിലെയും സ്ഥാനാർത്ഥികളെ ഇന്ന് തന്നെ പ്രഖ്യാപിക്കും എന്നുള്ള വിവരമല്ലേ താങ്കൾ ഈ ഒരു സമയത്ത് നൽകുന്നത്? ഇല്ല, CPM-ന്റെ സ്ഥാനാർത്ഥികളെ പൂർണ്ണമായിട്ടൊന്ന് പ്രഖ്യാപിക്കും. CPM-ന്റെ സ്ഥാനാർത്ഥികളെ പൂർണ്ണമായും പ്രഖ്യാപിക്കും. അപ്പോൾ ബാക്കി പാർട്ടികളും പ്രഖ്യാപിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തെങ്കിലും ചർച്ചകൾ പൂർത്തിയാക്കേണ്ടത് ബാക്കിയുണ്ടെങ്കിൽ അതിന് സമയമുണ്ട്. അത് മാത്രമേ ധാരണ ബാക്കി വരുള്ളൂ. ബാക്കിയെല്ലാം ധാരണയിൽ എത്തിക്കഴിഞ്ഞതെല്ലാം ഇന്ന് പ്രഖ്യാപിക്കും. തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങാനൊക്കെ LDF പൂർണ്ണതോതിൽ ഈ ഒരു സമയത്ത് സജ്ജമാണ്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി തന്നെ ഉറപ്പാണോ? പൂർണ്ണ സജ്ജമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൂർണ്ണ സജ്ജമാണ്. ശരി, വളരെയധികം നന്ദി ശ്രീ TP രാമകൃഷ്ണൻ. അദ്ദേഹം ഏറെ നിർണായകമായിട്ടുള്ള വിവരമാണ് ഈ ഒരു സമയത്ത് നമ്മളോട് പങ്കുവെക്കുന്നത്.